പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോത്തങ്കോട് മാർക്കറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റും പരിസരവും നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റാണ് പോത്തങ്കോട് മാർക്കറ്റ്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കുറേ നാൾ പോകാതായി. കാരണം അപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന മീനൊന്നും ഒട്ടും ഫ്രഷ് ആയിരുന്നില്ല, പഴകിയ മീനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ പച്ചക്കറിയെല്ലാം നല്ല ഫ്രഷ് പച്ചക്കറി എപ്പോഴും കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് അല്ല. പക്ഷേ പോത്തങ്കോട് മാർക്കറ്റിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. പ്രത്യേകിച്ച് മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്. അധികാരികൾ എന്തെങ്കിലും നടപടി എടുത്തേ മതിയാവുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നൂറുകണക്കിന് ആൾക്കാർ കച്ചവടം ചെയ്യുകയും അതിനേക്കാളും ആൾക്കാർ വന്നു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ബീട്രൂട്ടോ എങ്ങനെ പച്ചക്കറി വില കൂടിയല്ലേ? കുഴപ്പമില്ല, അതൊക്കെ വാരി വയ്ക്കാം. ഉറപ്പ് കിട്ടുമ്പോൾ നല്ലത് വാങ്ങിക്കും. അന്ന് ഒരെണ്ണം പോകുമ്പോൾ 10 കരിവാട് വേണം കേട്ടോ. 1,100 രൂപ, 1,100 രൂപ, 1,100 രൂപ, 4,100 ഇത് അയലക്കര. അതോ അത് 200 രൂപയ്ക്ക് മതി. വേണമെങ്കിൽ കൂടുതൽ വാങ്ങിച്ചോ. ചൂര എങ്ങനെ വില? 200. അതൊക്കെ വേണോ? അതുകൊണ്ട് ആദ്യം എങ്ങനെ വില? 200 രൂപ. അല്ല, ഒന്ന് 200 രൂപയ്ക്ക് മതി. രണ്ടും കൂടെ വയ്ക്കും. സാറ് വയ്ക്കണ പണ്ടും അത് കൊഴിയാൻ തുടങ്ങിയപ്പോ അമ്മ കണ്ടപ്പോഴാണ് കൊഴിയാണ് അമ്മയുടെ പോണം. അമ്മയ്ക്ക് ആദ്യം കൊടുത്തില്ല. ആ ശരി, നിങ്ങൾക്ക് ഇന്നലെ തന്ന മീൻ കൊള്ളാം. ഇനിയും കാണാനുണ്ട് മാർക്കറ്റിലെ കാഴ്ചകൾ. പക്ഷേ ഞങ്ങൾക്ക് ഒരു കോൾ വന്ന് പെട്ടെന്ന് പോവേണ്ടി വന്നതിനാൽ എനിക്ക് ഫുള്ളും കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരികെ വീട്ടിലെത്തി. പച്ചക്കറിയെല്ലാം ഞാനൊന്ന് സോർട്ട് ചെയ്ത് വെച്ചു. മറ്റെവിടെ നിന്ന്, സൂപ്പർ മാർക്കറ്റിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ ഒക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ലാഭത്തിൽ തന്നെ നമുക്ക് ചന്തയിൽ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ മീൻ ഞാൻ ചൂര വാങ്ങിയില്ലായിരുന്നു, പകരം ആ ചേച്ചിയുടെ കയ്യിൽ തന്നെ നല്ല നെയ്മത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതാണ് വാങ്ങിയത്.
പിന്നെ വള്ളിക്കുഴികളെയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനിതെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു. കുറച്ച് മീൻ ഞാൻ മസാല തേച്ച് അപ്പോൾ തന്നെ മാറ്റി വെച്ചായിരുന്നു. ബാക്കി വന്ന മീൻ ഓരോ ദിവസവും എടുക്കാൻ കണക്കാക്കി നിറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു 3-4 ദിവസത്തേക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഫ്രഷ് മീനാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഉണക്കമീൻ്റെ ഒരു സ്മെല്ല് നമ്മൾ പൊരിക്കുകയോ കറി വയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.